ഒരു കാര്യത്തിന് നമ്മൾ ചെയ്യേണ്ടത് എന്തുമാത്രമാണ്? നിയ്യത്താണ്. അത് നിയ്യത്ത് ഉണ്ടായാലും മതി. ഒരു ഉദാഹരണം പറയാം. എന്ത് ചെയ്ത് അടുത്ത വീട്ടിലെ ഒരു കുട്ടി കിണറ്റ് ചാടി കിട്ടു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്? ഇറങ്ങി ഓടി ആ കിണറ്റിൻ്റെ അരികിൽ എത്തിയപ്പോഴത്തിന് ഒരാൾ കുട്ടീനടുത്ത് കയറുകയാണ്. തിരിച്ച് കയറി വന്നു. ഓ, കുട്ടി രക്ഷപ്പെട്ടു, ഇവിടെ നിനക്ക് കൂലി ഉണ്ടാവും, നിനക്ക് ഇത് ചെയ്യേണ്ടത് ചെയ്തു. അപ്പോഴത്തിന് അള്ളാഹു വേറൊരാളെ കൊണ്ട് ആ കാര്യം നടത്തി. ഇത് ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ട്. ഈ വിവരം കേട്ടപ്പോൾ താമസിച്ചിട്ടില്ല. പിന്നെ അത് ആ കുട്ടിയെ അള്ളാഹിൻ്റെ മാർഗത്തിലൊരു ജീവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചാടിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ചാടി കിണറ്റിക്ക് പോകേണ്ട ആവശ്യമില്ല. നിനക്ക് നിയ്യത്ത് നന്നായിട്ടുണ്ട്. നിനക്ക് എന്തുണ്ട്? കൂലിയുണ്ട്. ഹലാസ്. അത് വേറൊരാളെ കൊണ്ട് അള്ളാഹു നടത്തി. എനിക്ക് ഇത് വിഷയമുള്ളത്. നേരെ മറിച്ചോ, ആരെങ്കിലും കിണറ്റ് ചാടിയാൽ കിണറ്റിൽ ഞാൻ എത്ര മുങ്ങുന്ന ആളാണ് നാട്ടിലൊന്ന് കാണട്ടെ എന്ന് വിചാരിച്ച് കേട്ടിരുന്നാൽ ചിലപ്പോൾ എൻ്റെ തരിമൂക്കിൽ വെള്ളം കരുതി അത്തുമെന്നല്ലാതെ ഒരു പ്രതിഫലം ഉണ്ടാവില്ല. മറ്റോ കിണറ്റ് ചാടിയില്ല, കിണറ്റ് ചാടിയോൻ്റെ കൂലിട്ടി. കിണറ്റ് ചാടിയോനോ ഒന്നും കിട്ടൂല, തിരിഞ്ഞിട്ടില്ല. കിണറ്റ് ചാടിയ ഒരുത്തൻ ആർക്ക് വേണ്ടി ചാടിയതാ? ഞാൻ എത്ര മുങ്ങുന്ന ആളാണ് എന്ന് ഇന്ന് ആരെങ്കിലും ഒരാൾ കിണറ്റ് ചാടട്ടെ, അന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ച് മറ്റോ ചാടിയപ്പോഴത്തേന് കൂടെ ചാടി. ഇവൻ്റെ തരിമൂക്കിൽ വെള്ളം കയറി. മനസ്സിലായില്ല? ആ പനിയിൽ പിന്നെ അവൻ്റെ ജീവനും പോയി, ഇവന് കൂലിയോട്ട് കിട്ടിയതുമില്ല. മറ്റോനോ അള്ളാ പടച്ചോനെ റബ്ബേ നിൻ്റെ ഒരു അബദ് കിണറ്റി ചാടി എന്ന് എഴുതി പാഞ്ഞു വന്ന്. ഇവൻ മുങ്ങൽ വിദഗ്ധനുമല്ല. ഇവൻ അള്ളാൻ്റെ അബദിനെ രക്ഷപ്പെടാൻ എടുത്താൽ വേണ്ടി പാഞ്ഞു വന്നു. മുങ്ങണ്ടി ഇറങ്ങി വന്നില്ല. മറ്റങ്ങനെ ഇവനെ തൂക്കിയിട്ട് ഇങ്ങനെ ഉഷാറായിട്ട് മൈക്ക് ടൈസൺ കയറി വരും പോലെ കയറി വരുന്നതാണ് കാണുന്നത്. കയറി ഒന്നവന് കൂലിട്ടിയില്ല, പാഞ്ഞൊന്നവന് കൂലിട്ടി. അബദിൻ്റെ ഭാഗത്ത് നിയ്യത്തും സന്നദ്ധതയും മാത്രമാണ്, വേറൊന്നുമില്ല. ബാക്കിയൊക്കെ ആക്റ്റാണ്. അത്ര മാത്രമേ ഉള്ളൂ. അത് നന്നായ കൂലിയിട്ടു. നിങ്ങൾ കളിച്ചിട്ട് കാര്യമില്ല. കളി ഭയങ്കരമാണ്. അള്ളാഹ്ക്ക് വേണ്ടിയായാൽ മാത്രമേ ജനങ്ങളെ പ്രതിഫലം കിട്ടുള്ളൂ കേട്ടാ, അല്ലെങ്കിൽ പ്രതിഫലം ഉണ്ടാവില്ല. അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണ്. അതിനവനൊരുപാട് കാര്യത്തെ അവലംബിക്കേണ്ടതുണ്ട്. അവൻ അള്ളാഹു അല്ലാത്തൊരാളെ ഭയപ്പെടാൻ പാടില്ല. അള്ളാഹു അല്ലാത്തൊരാളെ അവലംബിക്കേണ്ടതില്ല. അള്ളാഹു അല്ലാത്തൊരാളെ നുസ്രത്തിനെ പ്രതീക്ഷിക്കേണ്ടതില്ല. സഹായിക്കാതിരിക്കാം. ഓനെ പോക്ക് പോകണം. അത് സഹായം ഉണ്ടാകാതിരിക്കാം. അവനോട് സഹായം ഏറ്റത് ആര് മാത്രമാണ്? അള്ളാഹുവാണ്. അതുതന്നെ. അപ്പം ഇവിടെയാണ് ദഅ ഇലല്ലാഹ്. ഏത് വിഷയത്തിൻ്റെ മർമ്മം? ലില്ലാ മിനല്ലാഹ് ഇലല്ലാഹ്. അത്ര തന്നെ. ലില്ലാ മിനല്ലാഹ്. ഏത് കാര്യം ആരിൽ നിന്ന് കിട്ടിയതാണ്? അള്ളാഹുവിന് കിട്ടിയതാണ്. നൽകുന്നത് തിരിച്ചും ആർക്കാണ്? അള്ളാഹ്ക്ക് വേണ്ടിയാണ്. കൊടുക്കുന്നതും ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് തന്നെയാണ്. ഒരു പ്രശ്നമല്ല. മിനല്ലാഹി ലില്ലാഹി ഇലല്ലാഹ്. ഇതന്നെ അമല്. മിനല്ലാഹി ലില്ലാഹി ഇലല്ലാഹ്, ഇതാണ് അമല്. ഇതന്നെ ഇസ്ലാം. മിനല്ലാഹ്, ഒരു കാര്യം കിട്ടിയത് ആരിൽ നിന്ന് ഉറപ്പിക്കാം? അള്ളാഹുവിന്. ലില്ലാഹ്, അത് ചെയ്യേണ്ടത് അള്ളാഹുവിന്. ഇലല്ലാഹ്, അത് എത്തിച്ചേരുന്നത് അള്ളാഹുവിലേക്ക്. ഒരു പ്രശ്നമല്ല. അപ്പം 3 കാര്യമാണ് ദീന്. മിനല്ലാഹി ലില്ലാഹി ഇലല്ലാഹ്, ഇതന്നെ ദീൻ. ഒന്നുകൂടി പറയും. മിനല്ലാഹി ലില്ലാഹി ഇലല്ലാഹ്, ഇതന്നെ ദീൻ. മിനല്ലാഹ്, കിട്ടിയത് ആരെന്ന് വിചാരിക്കുക? അള്ളാഹുവിനാണ്. കൊടുക്കുന്നതില്ല, അള്ളാഹുവിന് വേണ്ടിയെന്ന് വിചാരിക്കുക. എത്തിച്ചേരുന്നത് ഇലല്ലാഹ്, അള്ളാഹുവിലേക്കാണെന്ന് വിചാരിക്കുക. ഇതന്നെ ദീൻ. ഇതൊക്കെ നമുക്ക് പടച്ചോൻ തന്നതാണ്. നമ്മൾ പടച്ചോന് വേണ്ടി കൊടുക്കുകയാണ്. തന്നെ എൻ്റെ ഭാര്യയും മക്കളും എന്നോട് മാന്യമായി പെരുമാറിയില്ല, നിനക്ക് നഷ്ടമല്ല. എന്തുകൊണ്ട്? ഇജ് എന്നെ പരിഗണിക്കാൻ വേണ്ടി അവരൊക്കെ ഉപകാരം ചെയ്തില്ല. ഇജ് ഉപകാരം ചെയ്തത് അള്ളാഹു വേണ്ടി. നിനക്ക് എന്താ വിഷയമുള്ളത്? നേരെ മറിച്ച് നമ്മൾ ആ നെയ്യത്തോണ്ട് നെയ്യം ഉണ്ടാവും. ചിലപ്പോൾ അവനെ കൊണ്ട് ഉപകാരം കിട്ടും, എന്നാലും നിൻ്റെ നെയ്യത്ത് പൊളിയില്ല. കുട്ടി നല്ല നിലക്കാണെങ്കിൽ കുട്ടിയെ കൊണ്ട് നിനക്ക് ഉപകാരം കിട്ടും. കുട്ടി എപ്പോൾ മോശമായോ അന്ന് ഈ വടിയെടുത്ത് ഓടിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നമ്മുടെ നാട്ടിൽ തൊഴിലിനൊക്കെ വലിയ ശമ്പളം പൈസയൊക്കെ കൂടിയപ്പോൾ പല കുടുംബങ്ങളും നാശമായിപ്പോയി. അതിന് കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ മക്കൾ കൊയ്പ്പെട്ടു. അപ്പോൾ എനിക്കറിയാവുന്ന ചില മഹല്ലുകളുണ്ട്. 98-9% മുസ്ലിമീങ്ങളുടെ മഹല്ലിലാണ് ചാലിയാറിൻ്റെ തീരത്ത് ഭയങ്കരം ഈ പൂഴിമണൽ പണിയുള്ള മഹല്ലിൽക്കറിയാം. ഒരു വ്യക്തിക്ക്, ഒരു ചെറുപ്പക്കാരന് 2000-1500 റുപ്യൊക്കെ ഉച്ചവരെ മണൽ വരിയാൽ പൂഴിമണലിൽ ഇങ്ങനെ കൂലി കിട്ടും.
അവർ വീട്ടിൽ പോയിട്ട് 500 റുപ്യ 300 റുപ്യ നല്ല മീനും ഇറച്ചിയും മറ്റുമൊക്കെ വാങ്ങിക്കൊടുത്താൽ ഉമ്മാക്കും ബാപ്പാക്കും തൃപ്തി. ബാക്കിയുള്ള പൈസ കൊണ്ട് അവർ കള്ളുടിക്കും. ബാപ്പയമ്മയും അവനോട് ചോദിക്കുന്നില്ല. ചിലപ്പോൾ ബാപ്പ ഒന്ന് മുരണ്ടാൽ ഉമ്മ മുണ്ടാകെ കിടക്കി അവിടെ നിന്നറിയും. പല ചെറുപ്പക്കാരും കുടുംബങ്ങളും ഇങ്ങനെ ആശായി പോയിട്ടുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇവിടെ ഈ ബാപ്പാൻ്റെ ഒരു നിലപാട് ബാപ്പാക്ക് എടുക്കണം. ബാപ്പാക്ക് ഈ പൈസ അനുഭവിക്കാം. എന്ത് ചെയ്യാം? ഇത് പടച്ചോൻ്റെ മാർഗത്തിൽ നിൽക്കുകയാണെങ്കിൽ മാത്രം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അല്ലെ എൻ്റെ പടി കയറരുത്. ബാപ്പാക്ക് ആരും ആശ്രയമില്ല. ആരെ മാത്രം? അതാണ് മാത്രം. ചിലപ്പോൾ അള്ളാഹു ഇത് വഴി കിട്ടും. ഇവനാണ് പോയാൽ 4 ദിവസം ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും, 5-ാം ദിവസം ഖേദിച്ച് മടങ്ങി വരും. ഇവനും നന്നാവും, ബാപ്പയും നന്നാവും. ബാപ്പ മരിക്കണ നേരത്ത് ഇവൻ കരയും. ആ കരച്ചിലിന് വില ഉണ്ട്. എന്ത്? ഞാൻ അള്ളാനെ തൊട്ട് തെറ്റിപ്പോയ നേരത്ത് ദുന്യാവ് വില വെക്കാതെ ഇനി അള്ളാൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവന്നത് എൻ്റെ ബാപ്പയാണെന്നാണ് കരയും. ആ കരച്ചിലിൻ്റെ കണ്ണുനീർ അറശിൽ പടിയും. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ ക്ലാസ് എടുത്തപ്പോൾ ഒരു കുഞ്ഞിബാവൻ്റെ കഥ പറഞ്ഞിരുന്നു. ഈ അരീക്കാട് ക്ലാസ് പങ്കെടുത്തവരില്ലേ ഇവിടെ? ഉണ്ടോ? ഇല്ലേ? ഒരു കുഞ്ഞിബാവൻ്റെ കഥ ഞാൻ പറഞ്ഞിരുന്നല്ലോ. നമ്മൾ വിശദീകരിക്കുന്നത് ദാഇലല്ലാഹ്, മുഹമ്മദ് നബി ക്ഷണിച്ചത് ആരിലേക്കാണ്? അള്ളാഹുലേക്കാ. അങ്ങനെ ക്ഷണിച്ചാൽ നിനക്ക് കൂലിട്ടൂല. ഇവിടെ കുറേ ആളെ തൃപ്തിപ്പെടുത്തിയൊരു കാര്യമല്ലട കുട്ടി. ഇവരൊന്നല്ലല്ലോ നമ്മൾ വിചാരണ ചെയ്യുക. നമ്മളെ വിചാരണ ചെയ്യൽ ആരാണ്? അള്ളാഹുവാണ്. ഇവിടെ ആരും തൃപ്തിപ്പെടുത്തിയൊരു കാര്യമല്ല. നിങ്ങൾ ആരും തൃപ്തിപ്പെടുത്തും വേണ്ട. തൃപ്തിപ്പെടുത്തേണ്ടത് ആരെയാണ്? അള്ളാഹുവിനെയാണ്. അതാരാണെങ്കിലും അത് നേരാണ് വിഷയം. ഞാനിപ്പോൾ ഈ പറയുന്ന എനിക്ക് പോലും നിങ്ങൾ പിന്തുണ തരരുത്. ഞാൻ നേരിലാണെങ്കിൽ നേരിന് പിന്തുണ തരിക. നേരിനപ്പുറത്തേക്ക് വില തന്നെയല്ല. ഒരു പ്രതിഫലം കിട്ടൂല. വെറുതെ വിഡ്ഢിത്തരത്തിൽ ചാടണ്ട. ഞാൻ കുഞ്ഞിബാവൻ്റെ കഥ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഈ ഇവിടുത്തെ ക്ലാസ് എടുത്തപ്പോൾ ഈ കുഞ്ഞിബാവനെ എനിക്ക് പരിചയമുണ്ട്. ഇപ്പോഴും മരിച്ചിട്ടില്ല. അത് ഭയങ്കര നല്ല മനുഷ്യനാണ്. നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അയാൾ പിന്നെ ഒരു ഗുമസ്തനായിട്ടോ മറ്റോ ആണ്. ഒരു ക്ലർക്കായിട്ട് കോടതിയിൽ ജോലി തുടങ്ങിയ അയാൾ ജഡ്ജിയായിട്ട് റിട്ടയർഡായി. ക്ലർക്കായി ജോലി തുടങ്ങിയ കുഞ്ഞിബാവാക്ക പൊന്നാനിക്കാരനാണ്. കുഞ്ഞിബാവാക്ക ഞാൻ അറിയും. എൻ്റെ ഫോണിൽ കുഞ്ഞിബാക്ക നമ്പർ ഉണ്ടാവും. മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതെ. വളരെ വലിയ വിഷയമാണത്. കുഞ്ഞിബാവ ശ്രദ്ധിക്കണം കേട്ടോ. കുഞ്ഞിബാബാൻ്റെ ഉദാഹരണം ഞാൻ പറയാം. കുഞ്ഞിബാവാക്ക പിന്നെ ജഡ്ജായി റിട്ടയർഡായ ആളാണ്. റിട്ടയർഡ് ആയതിനു ശേഷം സയ്യിദ് മുഹമ്മദ് ഷിഹാബ് തങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്തുത്യർഹമായ സേവനം കാരണം അദ്ദേഹത്തെ ഹജ്ജിൻ്റെ സെക്രട്ടറി ആക്കി. തങ്ങൾ സ്വയം റിസ്ക് എടുത്ത് ഹജ്ജിൻ്റെ സെക്രട്ടറി ആക്കി. റിട്ടയർഡ് ആയതിനു ശേഷം ജഡ്ജായിട്ട് റിട്ടയർഡായി. ഒരു സാധാരണ ഗുമസ്തനായിട്ടോ ക്ലർക്കായിട്ടോ കോടതിയിൽ ജോലി തുടങ്ങിയ ആൾ അങ്ങനെ റിട്ടയർഡായി. അദ്ദേഹത്തിൻ്റെ കഥ എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കഥയിൽ വലിയ പാടുണ്ട്. ഈ മനുഷ്യൻ എപ്പോഴും മരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ബാപ്പ നല്ല സ്വാലിഹായ ഒരു നാടനായ മനുഷ്യന് പൊന്നാനിക്കാരനാണ്. അങ്ങനെ അദ്ദേഹം എങ്ങനെയൊക്കെ ഇൻ്റർമീഡിയറ്റൊക്കെ കഴിഞ്ഞ് എന്തോ പരീക്ഷ എഴുതി അങ്ങനെ കോടതിയിൽ ക്ലർക്കായിട്ടോ മറ്റോ ജോലി കിട്ടി. ആ ജോലി കിട്ടി ജോലി പ്രവേശിക്കുക. പിറ്റേന്ന് രാവിലെ ജോലിക്ക് സൈൻ ചെയ്ത് കയറാൻ പോകുക. തലേന്ന് രാത്രി ഇശ നിസ്കരിച്ച് ബാപ്പയും മക്കളും എല്ലാവരും വന്ന് പൊന്നാനി ജുമാഅത്തുള്ളിൽ നിന്ന് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കാൻ വേണ്ടി കുഞ്ഞുബാവൊക്കെ ഒരുങ്ങുക. കാരണം പിറ്റേന്ന് രാവിലെ ആദ്യമായിട്ട് ജോലിക്ക് പോവുകയാണല്ലോ. അങ്ങനെ കിടക്കാൻ വേണ്ടി ഒരുങ്ങുന്ന നേരത്ത് ഉമ്മ വന്നാണ് പറഞ്ഞ് മോനെ ബാപ്പ വിളിക്കുന്നുണ്ട്. അങ്ങനെ ബാപ്പാൻ്റെ എത്തി എന്നപ്പോൾ ബാപ്പ പറഞ്ഞ് ഇനി ബാബ പിന്നെ നാളെ ജോലിക്ക് തുടങ്ങാനല്ലേ, നല്ല കാര്യമാണ്. ഇന്നത്തെ കാലത്ത് പഴയ കാലമാണ്. ഇന്നത്തെ കാലത്ത് ജോലി കിട്ടുന്നതിൻ്റെയൊക്കെ പ്രാധാന്യം, സർക്കാർ സർവീസിൽ ജോലി കിട്ടിയുള്ള പ്രാധാന്യം ഒക്കെ ഇങ്ങനെ പറഞ്ഞ് വളരെ തിരുപ്പതിയോടുകൂടെ ചാരി കസേരയിൽ ഇങ്ങനെ കുഞ്ഞുബാവൊക്കെ പലവട്ടം നമുക്ക് കാണിച്ചു തന്നു. ഇങ്ങനെ കിടക്കുക ബാപ്പ. എന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ബാപ്പ പിന്നെ വന്ന് ഇങ്ങനെ കസേരയിൽ എണീറ്റിരുന്നിട്ട് പറഞ്ഞ് സർക്കാരിൻ്റെ ജോലിക്കൊക്കെ പോയിക്കോ, പക്ഷേ ആരാൻ്റെ മാറാപ്പും പേറിയിട്ട് ഈ മേശറിൽ നിൽക്കുന്നത് ഞാൻ കാണരുത്. കുഞ്ഞു ബാവൊക്കെ പറയാണ് 50 പൈസ കൈക്കൂലി വാങ്ങിയിട്ടില്ല ജീവിതത്തിൽ. ശമ്പളമില്ലാത്ത 50 പൈസ ജീവിതത്തിൽ വാങ്ങിയിട്ടില്ല. അതിന് കാരണം ബാപ്പനെ കാണാം. ബാപ്പ എന്നോ മരിച്ചുപോയി. ഇത് പറഞ്ഞാൽ മനുഷ്യപ്പോഴും കരയും. മൂല്യനല്ല, തങ്ങളല്ല, മുദരിസല്ല. മുദരിസായതുകൊണ്ട് ഇതൊക്കെ ഉണ്ടായിക്കോളൊന്നുമില്ല. നിങ്ങളിവിടെ സ്ഥലത്തില്ല, നിങ്ങളിവിടെ ഉണ്ടാ.
നിങ്ങൾ പറഞ്ഞത് മനസ്സിലാക്കിയോ? നിങ്ങൾക്കിപ്പോൾ എന്താ തിരിഞ്ഞത്? ഈ വെറുതെ പൊട്ടൻ്റെ കളി കളിച്ചൊരു കാര്യമില്ല. നന്മ എന്ന് പറഞ്ഞൊരു സംഗതിയില്ല, സന്നദ്ധത മാത്രമാണ് നന്മ. അള്ളാഹുവിന് വേണ്ടി എന്നുള്ളതാണ് നന്മയുടെ അടിസ്ഥാനം, അതേ ഉള്ളൂ. പിന്നെ നമ്മൾ കാണിക്കുന്നതൊക്കെ ഒരു കാഴ്ച, അതൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമല്ല. അള്ളാഹു പറഞ്ഞ മുതലാളിയാണ്, അങ്ങനെയാണ്, അത്രയും അർത്ഥമുള്ളൂ. അപ്പം നമ്മളുടെ സന്നദ്ധതയും ആ മനുഷ്യൻ്റെ വാക്കിൻ്റെ വില എത്രയാണ്? പിന്നെ എന്തുണ്ടായി? ഈ കുഞ്ഞുബാവാക്ക് ബാപ്പാനെ നല്ലോണം പോറ്റിയിട്ടുണ്ടാവും. ആ പോറ്റലിന് ഇനിയൊരു പിഴവും പറ്റൂല. എന്താണ്? ബാപ്പാക്കൊരു വടി പോലത്തെ നിയമമാണുള്ളത്. എന്ത്? അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമേ ബാപ്പ സ്വീകരിക്കുള്ളൂ, ഏത് നേരത്തും ആട്ടും. ആദ്യമായി ജോലിക്ക് ഇറങ്ങിയപ്പോൾ പറഞ്ഞ വാക്കാണ്, പരമാവധി ഉണ്ടാക്കിക്കൊണ്ടുവരാൻ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. അതിൻ്റെ കാര്യം അങ്ങനെയും പറയാലോ. മനസ്സിലായില്ല? ഒരു ചാൻസേ ഉള്ളൂ, പരമാവധി ഉണ്ടാക്കിക്കോ, അങ്ങനെ പറഞ്ഞൂടെ? പറഞ്ഞൂടെ? അങ്ങനെ പറഞ്ഞൂടെ? അങ്ങനെ പറയാലോ. അങ്ങനെയല്ല വാപ്പറഞ്ഞ് കുഞ്ഞു ബാവ പോയിക്കോ. പക്ഷേ ആരാൻ്റെ മാറാപ്പ് പേറിയിട്ട് മേശറിൽ നിൽക്കണ ഞാൻ കാണേണ്ടി വരുന്നത് അത് തന്നെ. ഒറ്റ വാക്ക്, ഈ വാക്കിന് 1000 വയലിനേക്കാൾ വില ഉണ്ട്. വയൽ പറഞ്ഞുകൊണ്ടൊന്നും ജനങ്ങൾ നന്നാവില്ല, വയൽ പറഞ്ഞോ തന്നെ നന്നാവില്ല. പിന്നുണ്ടോ? കേട്ടോ, ഇതാണ് വിഷയം. ഇത് വർത്താന. ഇത് കാരണം അള്ളാഹു ഇഷ്ടപ്പെടാത്തൊരു കാര്യത്തിലും ഞാൻ അംഗീകരിക്കില്ല. ഇത് പ്രമാണ. ഈ പ്രമാണം ബാപ്പാൻ്റെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ കേട്ടപ്പോൾ അത് കൽബിൻ്റെ ഉള്ളിലേക്കാട്ട് ഇറങ്ങി. ഈ കുഞ്ഞു ബാവാക്ക് പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ 50 പൈസ ശമ്പളം അല്ലാത്തൊന്ന് വാങ്ങിയിട്ടില്ല, അതേ വാങ്ങിയിട്ടുള്ളൂ. ആ മനുഷ്യൻ്റെ ആത്മാർത്ഥതയും സ്തുത്യർഹ സേവനവും കാരണം ജഡ്ജിയായി റിട്ടയർഡായ മനുഷ്യനെ ഹജ്ജിൻ്റെ സെക്രട്ടറി ആക്കി സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ്. നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇതൊക്കെ മനസ്സിലാവണില്ല നിങ്ങൾക്ക്? ഇപ്പോൾ ഇതൊക്കെയാണ് കാരണം. അപ്പോൾ ഞാൻ ഈ വിഷയമൊക്കെ പറയാൻ കാരണം വിഷയ നന്മ എന്ന് പറഞ്ഞാൽ കുറേ അത് ചെയ്യലല്ല, അതാർക്ക് വേണ്ടിയാണ്? അത് നല്ലപോലെ പരിശോധിക്കണം കുട്ടികളെ. അത് പരിശോധിച്ചിട്ട് ക്ലിയർ ഇല്ലെങ്കിൽ അത് കുറച്ച് പണിയാണ്. പണി കുറേ ചെയ്യല്ല വേണ്ടത്. പണി ചെയ്യാനെന്ന് നമ്മളെല്ലാവരും മെനക്കെടുന്നത് അത് ശരിയല്ലടാ. നമ്മൾ പണിയല്ല ചെയ്യേണ്ടത്. ഈ പണി എന്തിന്, ആർക്ക് വേണ്ടി എന്ന് നമ്മൾ പരിശോധിക്കണം. അത് മാത്രം മതി. അത് ശരിയാക്കിയാൽ ഒക്കെ ശരിയാവും. അതങ്ങ് ശരിയാക്കിയാൽ ഒക്കെ ശരിയാവും. എന്നാൽ പിന്നെ നേരെ പോകാൻ കഴിയും. നേരെ തന്നെ ചില മനുഷ്യന്മാർക്ക് സഹർ രോഗം പിടിപെട്ട ഒട്ടകത്തെ പോലെയാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സഹർ രോഗം പിടിപെട്ട ഒട്ടകം എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിന് ബലമില്ലാത്ത ഒരു തരം കുഴലാണ് കഴുത്തിന്. അതുകൊണ്ട് ചിലപ്പോൾ രോഗം പിടിച്ചാൽ തിരിഞ്ഞില്ല, ഇങ്ങനെ നിന്നാലേ ഇങ്ങനെ പോകാൻ കഴിയുള്ളൂ, തിരിഞ്ഞില്ല. അപ്പം കഴുത്തിൻ്റെ കുഴൽ നേരെ നിൽക്കുക എന്നുള്ളതാണ് ആവശ്യം. എന്നാൽ പിന്നെ നടന്നാൽ നേരെയാവും. നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലല്ലോ പഠിച്ചവനെ. ഖുർആനിലെ ഒരു ആയത്ത് വലാ തുസഇർ ഖദ്ദക ലിന്നാസ്, നീ സഹർ രോഗം പിടിച്ച ഒട്ടകത്തെ പോലെ ആകരുത്. സഹർ രോഗം പിടിപെട്ട ഒട്ടകം എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിൻ്റെ കഴുത്തിൻ്റെ കുഴലിന് ബലക്ഷയം സംഭവിക്കുക. പിന്നെ കഴുത്ത് എന്താവും? വലാ തുസഇർ ഖദ്ദക ലിന്നാസ്. സൂറത്ത് ലുഖ്മാനിലുണ്ട് വലാ തുസഇർ ഖദ്ദക ലിന്നാസ്, നീ സഹർ രോഗം പിടിവെച്ച ഒട്ടകത്തെ പോലെ ആകരുത്. സഹർ രോഗത്തെ പിടിപെട്ട ഒട്ടകത്തിന് നേരക്കാൻ കഴിയില്ല. ഇതാണ് ആദ്യം വേണ്ടത്. നമ്മൾ നേരെ നിർത്തുക എന്നുള്ളതാണ്. അതാണ് ലില്ലാഹ് ദഅ ഇലല്ലാഹ്. മുഹമ്മദ് നബി തൻ്റെ കഴുത്തിനെ നേരെ നിർത്തി. ഇലല്ലാഹ് ദഅ ഇലല്ലാഹ്. ആരിലേക്ക്? അല്ലാഹു. അതിൽ വേറെ താല്പര്യമൊന്നുമില്ല. കഴിഞ്ഞ് ഈ ഒരു താല്പര്യമില്ല. ആ താല്പര്യം പൊളിഞ്ഞാലൊക്കെ പൊളിയും. ഒരു അക്രമിയായ തമ്മാടിയായ ഒരു അക്രമിയോടുമായി യുദ്ധത്തിന് ചെയ്യേണ്ടി വന്നു സയ്യിദുന അലി റളിയല്ലാഹു അൻഹുവിനെ. അങ്ങനെ ഭയങ്കര മൽപ്പിടുത്തമായ യുദ്ധം നടത്തി. അത്രയും വലിയ അക്രമിയായിരുന്നു. ഒരു ഏരിയ മുഴുവനും തമ്മാടിത്തരം ചെയ്ത വലിയ ഒരു അക്രമിയായ തമ്മാടിയായിരുന്നു. അവനെ അമർച്ച ചെയ്യൽ ആവശ്യമായിരുന്നു സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരുപാട് നേരം, കാരണം അത്രയും പിടിയൊതുങ്ങാത്തവരായിരുന്നു, അവനുമായി യുദ്ധം ചെയ്ത് അനവധി സമയം അവനുമായി അധ്വാനിച്ചിട്ട് അവനെ കീഴ്പ്പെടുത്തിയിട്ട് അവനെ വീഴ്ത്തിയിട്ട് അവൻ്റെ 2 കൈ കയറ്റി വെച്ച് പിന്നെ അവനെ ശിരച്ഛേദം ചെയ്യാൻ വേണ്ടത്. കാരണം അവനെ വെറുതെ വിടാൻ പറ്റില്ല, അത്രയും വലിയ അക്രമയാണ്. അങ്ങനെ ശിരച്ഛേദം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ ഫബസഖ ഇലാ വജ്ഹിഹി, അപ്പോൾ അലി റളിയല്ലാഹു അൻഹു മുഖത്തേക്ക് അയാൾ തുപ്പി.
അപ്പോൾ ഫഹല്ല യദൈഹി, ആ മനുഷ്യൻ്റെ കൈ അയച്ചുവിട്ട് പോയിക്കോറും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഇത് കണ്ടു നിന്ന ആളുകൾ പിന്നീട് എന്തായിപ്പോയി? അത്ഭുതപ്പെട്ട്, ഇങ്ങനൊരു അവസരം ഇനി കിട്ടാനില്ല, നിങ്ങൾ എൻ്റെ അങ്ങനെ ചെയ്തെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ ജാഹത്തുഹുലില്ല ഫഅസ്റഅതുഹുലില്ല വഅഖദ്തു യദൈഹിലില്ല ഫസലൽതു സൈഫിലില്ല ഫബസഖ ഇലാ വജ്ഹി ഫഗളിബ്തു അലൈഹി. ഞാൻ അവനോട് യുദ്ധം ചെയ്തത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്, അവനെ വീട്ടിൽ അള്ളാഹ്ക്ക് വേണ്ടിയാണ്, അവൻ്റെ കൈ പിടിച്ച് കുട്ടി അള്ളാഹ്ക്ക് വേണ്ടിയാണ്, എൻ്റെ വാളെടുക്കാൻ ഒരുങ്ങിയതും അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ അവൻ എൻ്റെ മുഖത്തേക്ക് തുപ്പി. അപ്പോൾ എനിക്ക് വ്യക്തിപരമായി അവനോട് ദേഷ്യമുണ്ടായി. പിന്നെ ഞാൻ അവനെ ശിരച്ഛേദം ചെയ്താൽ അത് എൻ്റെ ദേശത്തിന് വേണ്ടിയാണ്. ഞാൻ അവനെ വിട്ട്. അങ്ങനെയുണ്ട്. അള്ളാഹുവിന് വേണ്ടി അല്ലാത്ത എല്ലാം ബാത്തിലാണ്. അള്ളാഹുവിന് വേണ്ടി അല്ലാത്ത എല്ലാം ബാത്തിലാണ്. അതാണ് ദഅ ഇലല്ലാഹ്. നിങ്ങൾ ഓരോരുത്തരും പരിശോധിക്കുക. ഇതാണ് ദീന്, ഇതാണ് ക്ലിയറായ ദീൻ, ശരിയായി. അത്രയേ ഉള്ളൂ. എന്തിനാ പണി? അത്രയേ ഉള്ളൂ. അങ്ങനെയാണ്. നമ്മൾ എന്താ ശരിയാക്കേണ്ടതെന്ന് പറയും കുട്ടികളെ? അച്ച് 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 ക്ലിയറായി വാർത്ത കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല. പിന്നെ ചുടുന്നതൊക്കെ ആ കണ്ടീഷനിലാവും. ഇതിന് ഓരോ നെയ്യപ്പം പരിശോധിക്കണം, ഓരോ കുയ്യപ്പം പരിശോധിക്കണം, ഓരോ മുറുക്കും പരിശോധിക്കണം, ഓരോ അച്ചപ്പം പരിശോധിക്കണം. കയ്യോ? എന്താണ് ഇരിക്കണത്? ഓരോ അച്ചപ്പം പരിശോധിക്കാൻ ബുദ്ധിമുട്ടല്ലേ? അപ്പം എന്ത് ശരിയാക്കിയാൽ മതി? അച്ച് ശരിയാക്കാൻ കഴിഞ്ഞ് ഇനി ഒരു പ്രശ്നമല്ല. പിന്നെ ചുടുന്ന നോക്കാം അച്ചപ്പം. ഇത് ഇടയ്ക്കിടയ്ക്ക് അച്ചപ്പാണോ നെയ്യപ്പാണോ നോക്കേണ്ടി വരില്ല. എന്ത് ശരിയാക്കിയാൽ ഇനി എത്ര നോക്കിയാൽ മതി? ഈ അച്ചിൻ്റെ ഉള്ളിൽ തന്നെയാണോ ഈ പൊടി മാവ് വീണുപോയത് നോക്കിയാൽ മാത്രം മതി. അത് അച്ചപ്പായി തന്നെ തീരും. അത് പ്രശ്നമൊന്നുമില്ല. അച്ച് ശരിയാക്കണം. അച്ച് എന്ന ഇതാണ് അല വഹിയൽ ഖൽബാണ്. ഇതിലില്ല. ഇതാർക്ക് വേണ്ടിയാകണം? അള്ളാഹ്. പണിയെടുത്തൊരു കാര്യമല്ലടാ. പണിയെടുത്ത പണി പോയി എന്നല്ലാതെ ഒരു ഫലമല്ല, യാതൊരു ഫലമല്ല. പണിയെടുക്കുന്നതിൽ 99% ആളുകൾ പരാജയപ്പെട്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾക്ക് കേട്ടാൽ ഒരു അത്ഭുതം തോന്നും. ഞാനിത് പറഞ്ഞത് നേരാണ്. ഇത് ഞാൻ പറഞ്ഞത് ഞാൻ മേലെ കയറിയതുകൊണ്ടല്ല, ഞാനും നിങ്ങളും അധ്വാനിക്കാൻ വേണ്ടിയാണ്. കുറച്ച് പണിയാണ്. ബാഹ്യമായ പണിക്കല്ല അധ്വാനം, ആന്തരികമായ പണിക്കാണ്. അതേത് നേരത്തും നമ്മൾ ആക്രമിക്കും. അതാണ് ദഅ ഇലല്ലാഹ്. ദഅ ഇലല്ലാഹ്. മുഹമ്മദിനെ ക്ഷണിച്ചത് ആർക്ക് വേണ്ടിയാണ്? അള്ളാഹുലേക്ക്. വേറെ ഏത് മൻ ദഅ ഇലൽ അസബിയ്യ ഫലൈസ മിന്നി. സ്വന്തം പക്ഷപാതിത്വത്തിലേക്ക് ആര് ക്ഷണിച്ചാലും അവൻ എന്നിൽപ്പെട്ടവനല്ല. പുണ്യ റസൂൽ. വമൻ ജാഹദ അലാ അസബിയ്യ ഫലൈസ മിന്നി. ഒരാൾ സ്വന്തം വിഭാഗത്തിൻ്റെ വിജയത്തിന് വേണ്ടി യുദ്ധം ചെയ്താൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. പുണ്യ റസൂൽ. ഒമൻ ഖുതില ഇല ഫി അസബിയ്യ. സ്വന്തം വിഭാഗത്തിൻ്റെ നേട്ടത്തിന് വേണ്ടി ഒരാൾ കൊല ചെയ്യപ്പെട്ടാൽ ഫലൈസ മിന്നി. അവനും ഷഹീദുമല്ല, എന്നിൽപ്പെട്ടവനുമല്ല. തിരിഞ്ഞിട്ടില്ല. മനസ്സിലായില്ല? ഒരുത്തനെ കൊല ചെയ്യപ്പെട്ടു. ഒരുത്തൻ യുദ്ധത്തിന് പോയി. ആർക്ക് വേണ്ടി? അള്ളാഹ്ക്ക് വേണ്ടി. ഇതിപ്പോൾ നിങ്ങൾ വയലു പറഞ്ഞായിരുന്നു എനിക്ക്. ഒരുത്തൻ യുദ്ധത്തിന് പോയി. ആർക്ക് വേണ്ടി? അവൻ്റെ വിഭാഗത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി യുദ്ധത്തിന് പോയി. ഫഖുതില. അങ്ങനെയാണ് കൊല ചെയ്യപ്പെട്ടു. ഫി അസബിയ്യ. അവൻ്റെ വിഭാഗത്തിൻ്റെ നേട്ടത്തിൽ. ഫലൈസ മിന്നി. അവൻ എന്നിൽപ്പെട്ടവനല്ല. ഞാൻ അവനെ വക്കീലാകാനല്ല. അവൻ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആർക്ക് വേണ്ടിയല്ല? അള്ളാഹ്ക്ക് വേണ്ടിയല്ല. എന്നാൽ ഒരുത്തൻ യുദ്ധം ചെയ്തതിന് പോയി, കൊല ചെയ്യപ്പെട്ടില്ല. അവന് ഷഹീദിൻ്റെ കൂലിയുണ്ടാവും. കൊല ചെയ്യപ്പെട്ടില്ല, അതുകൊണ്ട് അജലാകാത്തത് കൊണ്ടാണ്. മനസ്സിലായില്ല? അജലാകാത്തത് അവൻ്റെ കുറ്റമല്ല. ഒരാളെ യുദ്ധത്തിന് പോയി, പക്ഷേ അവൻ മരിച്ചില്ല. മരിക്കാത്തത് അള്ളാഹു അവൻ്റെ അജലാ സമയത്ത് ആക്കാത്തത് കൊണ്ടാണ്. പക്ഷെ അവൻ യുദ്ധത്തിന് പോയത് ആർക്ക് വേണ്ടിയാ? അള്ളാഹ്ക്ക് വേണ്ടിയാ. കൂലിയുണ്ടാവും. എന്ത് വിഷയമുള്ള? ഒമൻ ജാഹദ അലാ അസ്ബിയ ഫലൈസ മിന്നി ഒമൻ ഖാതല അലാ അസ്ബിയ ഫലൈസ മിന്നി ഒമൻ ഖുതില അലാ അസ്ബിയ ഫലൈസ മിന്നി. സ്വന്തം വിഭാഗത്തിൻ്റെ നേട്ടത്തിന് വേണ്ടി യുദ്ധം ചെയ്താൽ എന്നിൽപ്പെട്ടവനല്ല. സ്വന്തം വിഭാഗത്തിന് വേണ്ടിയിട്ട് യുദ്ധത്തിന് പോയാൽ എന്നിൽപ്പെട്ടവനല്ല. സ്വന്തം വിഭാഗത്തിന് വേണ്ടി ചെയ്താൽ എന്നിൽപ്പെട്ടവനല്ല. ഒന്നും എന്നിൽപ്പെട്ടവനല്ല. അവൻ്റെ ലക്ഷ്യം ലില്ല. ഞാൻ പറഞ്ഞ വാക്ക് മറക്കരുത്. മിനല്ലാഹി ലില്ലാഹി ഇലല്ലാഹ്. ഇതാണ് ദീന്. അതിലെവിടെ പൊളി വച്ചാൽ പൊളിഞ്ഞു. അത്ര തന്നെ ഉള്ളൂ. അവൻ ചെയ്യുന്നത് മുഴുവനും ആർക്ക് വേണ്ടി ചെയ്യണം? അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യണം.
അത് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് ഓരോരുത്തരും പരിശോധിക്കണം. ദഅ ഇലല്ലാഹി ഫൽ മുസ്തംസികൂന ബിഹി മുസ്തംസികൂന ബിഹബ്ലിൻ ഗൈരി മുൻഫസിമി. ദഅ അവൻ ക്ഷണിച്ചു ഇലല്ലാഹ് അല്ലാഹുവിലേക്ക്. ദഅ പുണ്യ റസൂൽ വർക്കപ്പറ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്ക്, ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കൊഴുത്തിൽ കുടൽമാലകൾ ഒരു മനുഷ്യൻ്റെ കഴുത്തിലേക്ക് ഇട്ട മനുഷ്യൻ 8-ാം കൊല്ലം തിരിച്ചു വന്നിട്ട് അവരോടൊന്ന് ദേഷ്യപ്പെട്ടത് പോലുമില്ല. സയ്യിദുനാ മുഹമ്മദുൻ ലാ തസ്രീബ അലൈക്കുമുൽ യൗം, നിങ്ങളോട് എനിക്ക് യാതൊരു പ്രതികാരമില്ല. ഇതേ വാക്ക് പറയുന്നുണ്ട് സയ്യിദുനാ യൂസുഫ്. കാരണം യൂസുഫ് പണിയെടുത്തതും അള്ളാഹ്ക്ക് വേണ്ടിയാണ്. ഈ 10 ജ്യേഷ്ഠന്മാരെ എന്തൊക്കെ ചെയ്യണം? സത്യത്തിൽ എന്തവരൊക്കെ ചെയ്തത്? ഈ ജ്യേഷ്ഠന്മാർ ബഹുമാനപ്പെട്ടവരെ എന്ത് ചെയ്ത്? മർദ്ദിച്ച് അവശനാക്കി, പിന്നെ പൊട്ടക്കിണറ്റിലേക്ക് എറിഞ്ഞ്, പിന്നെ ആ മനുഷ്യനെ കൊല ചെന്നായ പിടിച്ചു എന്ന ഇല്ലാത്തൊരു കള്ളക്കഥ നാട്ടിൽ പറഞ്ഞു പരത്തി. മനസ്സിലായില്ല? പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. ആരും ഒന്ന് അന്വേഷിക്കാൻ പോലും പോകാത്ത വിധത്തിലാക്കി. പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഇവർ പറഞ്ഞത് എന്താ? ചെന്നായ പിടിച്ചു കൊന്നെന്നാണ്. അപ്പോൾ പിന്നെ ഇനി ഒരാൾ നോക്കേണ്ട ആവശ്യം അവിടെ ഇല്ല. അപ്പം എന്തൊക്കെ ചെയ്തത്? തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു, തന്നെ ചെന്നായ പിടിച്ച് കൊന്നു എന്ന കളവ് നാട്ടിൽ പ്രചരിപ്പിച്ചു. ബിന്യാമിൻ്റെ ചരക്ക് കൂട്ടത്തിൽ നിന്ന് രാജാവിൻ്റെ അളവ് പാത്രം കിട്ടിയപ്പോൾ ജ്യേഷ്ഠന്മാർ ചാടി പറഞ്ഞു, ഇൻ സറഖ ഫഖദ് സറഖ അഖുൽ ലഹു മിൻ ഖബ്ലു. ഇവൻ മോഷ്ടിച്ചാൽ അത്ഭുതമല്ല, ഇവൻ്റെ ജ്യേഷ്ഠൻ മുമ്പ് മോഷ്ടിച്ചവനാണ്. അതിന് വല്ല ഉണർന്നു. മനസ്സിലായില്ല? രാജാവിൻ്റെ കൊട്ടാരത്തിൽ വെച്ച് രാജാവിൻ്റെ അളവ് പാത്രം ഈ ബിന്യാമിൻ്റെ ചാക്ക് കെട്ടിൽ നിന്ന് പിടികൂടി അല്ലേ? അപ്പോൾ എന്തേ പറഞ്ഞു? ഇൻ സറഖ ഫഖദ് സറഖ അഖുൽ ലഹു മിൻ ഖബ്ലു. ഇവൻ മോഷ്ടിച്ചാൽ അതിലൊരു അത്ഭുതമല്ല, ഇവൻ്റെ ജ്യേഷ്ഠൻ മുമ്പ് മോഷ്ടിച്ചതാ. ആരെപ്പറ്റി ഈ പറഞ്ഞത്? യൂസുഫിനെ പറ്റി പച്ചക്കളവ് അറിയാം. യൂസുഫ് അപ്പോഴും ആ വാക്ക് രഹസ്യമാക്കി വെച്ചു. വലം യുബ്ദി ഹാലഹും, അവർക്കത് വെളിവാക്കി കൊടുത്തില്ല. നിങ്ങൾ എന്തിനാ എന്നെപ്പറ്റി കളവ് പറയുന്നു എന്നൊരു വാക്ക് ഇറങ്ങതല്ല. മിണ്ടിയില്ല, ഒന്നും മിണ്ടിയില്ല. മഹാനായ സയ്യിദുനാ യൂസുഫ് എന്നിട്ട് എന്ത് ചെയ്ത്? എന്നിട്ട് അവസാനം ഇവർക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ പറഞ്ഞു, ലാ തസ്രീബ അലൈക്കുമുൽ യൗമ, എനിക്ക് നിങ്ങളോട് ഇന്ന് യാതൊരു പ്രതികാരവും